പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാംഗല്യം ഭാഗം 1. തുമ്പിപ്പെണ്ണേ. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് ആളെ മനസ്സിലായി. അവളെ ഈ പേര് വിളിക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. ദേഷ്യത്തോടെ അവൾ അയാളെ തിരിഞ്ഞു നോക്കി. എന്നാൽ അവളുടെ ദേഷ്യത്തോടെ ചുവന്ന മുഖവും കൂർപ്പിച്ച ചുണ്ടുകളും കണ്ട് അവന് ചിരിയാണ് വന്നത്. ദേ സൂര്യേട്ടാ, എൻ്റെ പേര് തുമ്പിന്നും പാറ്റയൊന്നും ഒന്നല്ല, ശലഭ, അങ്ങനെ വിളിച്ചാൽ മതി. ആഹാ, അങ്ങനെയാണോ? എന്നാ എൻ്റെ തുമ്പി അമ്പലത്തിൽ പോയിട്ട് വരാൻ വൈകിയതെന്താ? അതോ, അവിടെ ഇപ്പോൾ ഒരു ശാന്തി വന്നിട്ടുണ്ട്. അധികം പ്രായമൊന്നുമില്ല, കാണാനും കൊള്ളാം. അയാളെ നോക്കി നിന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവളെ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താണ് എൻ്റെ തുമ്പിക്ക് ഇന്ന് ഇത്ര ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. അത് പറഞ്ഞ് അവൾ ചുണ്ട് കോട്ടിക്കൊണ്ട് മുഖം വെട്ടിച്ചു. പിന്നെ എന്തിനാ ഈ മുഖം ഇങ്ങനെ ബലൂൺ പോലെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നാവോ? എനിക്ക് അങ്ങനെ വെക്കാൻ തോന്നി. എപ്പോഴും ഇങ്ങനെ പുച്ഛിച്ചാൽ കിറി കോടിപ്പോവും. എൻ്റെ തുമ്പിയെ കാണാൻ ഭംഗിയുണ്ടാവില്ല. പിന്നെ സാരമില്ല, അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. എന്നെ വിട്ടേ, ഞാൻ പോകുവാണ്. അങ്ങനെ പോവല്ലെന്നേ. ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല. എൻ്റെ കുഞ്ഞ് ക്ഷമിക്ക്. ഒരു കേസിൻ്റെ പിന്നാലെ ആയിരുന്നു, അതുകൊണ്ട് ഇന്നലെ ഒരു സ്ഥലം വരെ പോവേണ്ടി വന്നു. എത്തിയപ്പോൾ രാത്രിയായി. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അത് പറഞ്ഞിട്ടും അവൾക്ക് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. അത് കണ്ടതും അവൻ അവളുടെ വീർപ്പിച്ച് വെച്ച കവിളിൽ ഒരു കുത്തു കൊടുത്തു. ഒന്ന് ചിരിക്കൻ്റെ തുമ്പിപ്പെണ്ണേ. അത് പറഞ്ഞ് അവളുടെ കവിളിൽ അവൻ ചുണ്ടു ചേർത്തു. അവളുടെ ചൊടികളിൽ നാണത്തിൻ്റെ മേമ്പൊടിയോടെ പുഞ്ചിരി വിരിഞ്ഞു. ഇന്നലെ ഞാൻ എത്ര വിളിച്ചു സൂര്യേട്ടാ. ആദ്യം ബെല്ലെങ്കിലും അടിച്ചു, പിന്നെ സ്വിച്ച് ഓഫായി. ഞാൻ പേടിച്ചു. അത് പറഞ്ഞതും ആ ഉണ്ട കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു വന്നു. സൂര്യൻ കണ്ണിലൂടെ ഒഴുകിയിറങ്ങിയ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. തുമ്പി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിന് കരയാൻ നിൽക്കരുതെന്ന്. അടി വേണോ നിനക്ക്? വേണ്ട. അത് പറഞ്ഞ് അവൾ മുഖം തുടച്ചു. എന്നിട്ട് ചോദിച്ചു, ഇന്ന് ഓഫീസിൽ പോവണ്ടേ സൂര്യേട്ടാ? പോണം. ഇന്നും ചിലപ്പോൾ തിരക്കായിരിക്കും. വൈകിട്ട് എത്താൻ വൈകും. അതാണ് എൻ്റെ തുമ്പിപ്പെണ്ണിനെ കാണാൻ ഞാൻ രാവിലെ ഇങ്ങോട്ട് പോകുന്നത്. അത് പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിച്ചു. അല്പനേരം അവർ സംസാരിച്ചു നിന്നു. ഞാൻ പോട്ടെ സൂര്യേട്ടാ, വൈകിയാൽ ഇനി അമ്മയ്ക്ക് അത് മതിയാവും. കോളേജിൽ പോകണം, ഒന്നും ചെയ്തിട്ടില്ല. ദാ ഇവിടെ ഒരു ഉമ്മ തന്നിട്ട് എൻ്റെ തുമ്പി പൊക്കോ. അവൻ അവൻ്റെ കവിളിൽ തൊട്ട് കാണിച്ചു. അവൾ ഉയർന്നു വന്ന് അവൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. അവനും അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. ശരിയെന്നാ, പോവാൻ നോക്കിക്കോ. ഞാൻ ചിലപ്പോൾ ഇന്ന് തിരക്കിലായിരിക്കും കേട്ടോ. ഒരു കേസിൻ്റെ ഡിസ്കഷൻ ഉണ്ട് ഇന്ന് IG ഓഫീസിൽ. അപ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല. ഇനി അതോർത്ത് ടെൻഷൻ ആവരുത്, കേട്ടല്ലോ? കേട്ടു. നേരത്തിന് ഭക്ഷണം കഴിക്കണം. ഓ ശരി. അതും പറഞ്ഞ് എത്തി വലിഞ്ഞ് അവൻ്റെ കവിളിൽ ഒരു മുത്തം കൂടി കൊടുത്തുകൊണ്ട് അവൾ പാവാടയും പൊക്കി ഓടി. അവൾ ഓടിപ്പോവുന്നത് കണ്ട അവൻ്റെ ചുണ്ടിലും അവളുടെ ചുണ്ടിലും പ്രണയത്തിൻ്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു. കളരിക്കൽ തറവാട്ടിൽ മാധവനും ഭാര്യ ഉഷാദേവിക്കും മക്കൾ 2. ആദ്യത്തേത് വിശ്വനാഥൻ, ഭാര്യ രാധിക, ഒരേ ഒരു മകൾ ശലഭ വിശ്വനാഥൻ എന്ന എല്ലാവരുടെയും ശിലു, അതായത് നമ്മുടെ നായിക. രണ്ടാമത്തേത് വരലക്ഷ്മി, ഭർത്താവ് ശങ്കർ, 2 മക്കൾ. മൂത്തത് സൂര്യശങ്കർ എന്ന അച്ചു, ഇളയത് ശിവശങ്കർ എന്ന കിച്ചു. വരലക്ഷ്മി കളരിക്കൽ തറവാട്ടിലെ കാര്യസ്ഥനായിരുന്ന ശങ്കറിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതാണ്. അത്യാവശ്യം നല്ല പേര് കേട്ട തറവാടായതുകൊണ്ട് തന്നെ അന്നത് എല്ലാവരും അറിഞ്ഞ് തറവാടിന് ഒത്തിരി നാണക്കേടുണ്ടാക്കിയിരുന്നു. അതിൻ്റെ മനോവിഷമത്തിൽ മാധവൻ ഹൃദയാഘാതം വന്നു മരിച്ചു. മരണവിവരം അറിഞ്ഞു വന്ന വരലക്ഷ്മിയെയും ശങ്കറിനെയും അന്ന് വിശ്വനാഥൻ അച്ഛനെ കാണാൻ പോലും അനുവദിച്ചില്ല. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം വരലക്ഷ്മിയും ശങ്കറുമാണെന്നാണ് വിശ്വനാഥൻ അന്ന് പറഞ്ഞത്. മാധവൻ്റെ മരണത്തിന് ശേഷം ഉഷാദേവിയും ആകെ തളർന്നുപോയി. അങ്ങനെയിരിക്കെ 2 വർഷം കഴിഞ്ഞ് വിശ്വനാഥന് രാധികയുടെ വിവാഹാലോചന വരുന്നത് കേട്ടപ്പോൾ നല്ല കാര്യമാണെന്ന് തോന്നിയത് കൊണ്ട് അത് നടന്നു. അങ്ങനെ അവരുടെ കല്യാണത്തിന് 1 വർഷത്തിന് ശേഷം ഉഷാദേവിയും മരണത്തിന് കീഴടങ്ങി. അപ്പോഴും വിശ്വനാഥൻ വരലക്ഷ്മിയെ മരണവിവരം അറിയിക്കാൻ ശ്രമിച്ചില്ല. അമ്മ, ചായ. ആ വന്നോ? എന്താ വൈകിയേ? വരുന്ന വഴിക്ക് സൂര്യേട്ടനെ കണ്ടു. സംസാരിച്ചു നിന്നപ്പോൾ സമയം പോയി.
നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ഷീലു അവരോട് സംസാരിക്കാൻ നിൽക്കരുതെന്ന്? അതിനെന്താ, അപ്പച്ചിയും മക്കളും അല്ലേ, ഞാൻ മിണ്ടും. ആ, അച്ഛൻ വരുമ്പോൾ കിട്ടുന്നത് വാങ്ങിച്ചോ, അന്നേരം എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. നിന്റെ ഈ കൊഞ്ചലും കുഴയിലും ഒക്കെ എൻ്റെ അടുത്ത് നടക്കും. അച്ഛനെ അറിയാലോ നിനക്ക്. ഈ അമ്മയ്ക്ക് ഇതെന്താ, ഞാനൊന്ന് സംസാരിച്ചു എന്ന് കരുതി ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ആ, ഇതൊക്കെ തന്നെ നീ അച്ഛനോട് പറയുന്നത് കണ്ടാൽ മതി എനിക്ക്. അമ്മ എനിക്ക് ചായതാ, എന്നിട്ട് ചോറൊക്കെ എടുത്തു വെച്ചേ. എനിക്ക് കോളേജിൽ പോകാൻ സമയമായി, വൈകിയാൽ അറ്റൻഡൻസ് പോകും. ആ, അതും പറഞ്ഞ് രാധിക അടുക്കളയിലേക്കും ഷിലു മുറിയിലേക്കും നടന്നു. മുറിയിൽ ചെന്നപ്പോൾ അവളുടെ ഫോൺ എടുത്തു നോക്കി. അതിൽ നിന്നും സൂര്യേട്ടൻ എന്ന നമ്പർ എടുത്ത് വാട്സാപ്പിൽ ലവ് യു എന്ന് മെസ്സേജ് ഇട്ടു. ശേഷം ഫോൺ വെച്ച് റെഡിയാവാൻ തുടങ്ങി. അപ്പുറത്ത് സൂര്യൻ മെസ്സേജ് സൗണ്ട് കേട്ട് ഫോൺ നോക്കിയപ്പോൾ തുമ്പിപ്പെണ്ണ് എന്ന് ഫീഡ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് കണ്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൻ ലവ് യു ടു എന്ന് റിപ്ലൈ അയച്ച് ഫോൺ വെച്ചു. വരലക്ഷ്മിക്കും ശങ്കരനും ജനിച്ച ആദ്യത്തെ കുഞ്ഞാണ് സൂര്യ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുടുംബമായിരുന്നു ശങ്കരനും ഉണ്ടായിരുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനായിരുന്നു. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷമാണ് സൂര്യ ഉണ്ടായത്. അവനെ അച്ചു എന്ന് വിളിച്ചു. ശങ്കർ അപ്പോഴേക്കും ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. സൂര്യൻ ജനിച്ച് 5 വർഷത്തിന് ശേഷമാണ് ശിവശങ്കർ എന്ന കിച്ചു ജനിച്ചത്. എന്നാൽ സൂര്യൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കറിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് അയാൾ മരണമടഞ്ഞു. കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്ന ശങ്കർ മരിച്ചതോടുകൂടി പിന്നീട് അവർ പൈസയ്ക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. സൂര്യൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെറുതായി ജോലിക്ക് പോയി തുടങ്ങി. അതിനിടയിൽ അവൻ്റെ സ്വപ്നമായ IPS എന്ന ജോലിക്ക് വേണ്ടിയും അവൻ ശ്രമിച്ചു. അങ്ങനെ 25-ാം വയസ്സിൽ സൂര്യൻ IPS ട്രെയിനിങ്ങിനായി സെലക്റ്റഡായി. അങ്ങനെ ട്രെയിനിങ്ങിന് ശേഷം സൂര്യൻ തൃശ്ശൂരിലേക്കാണ് പോസ്റ്റഡായത്. തൃശ്ശൂർ എന്ന് കേട്ടപ്പോൾ തന്നെ വരലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു ആന്തലുണ്ടായി. കാരണം വരലക്ഷ്മിയുടെ തറവാട് അവിടെയാണ്. അമ്മ മരിച്ചപ്പോൾ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ പോയി എങ്കിലും അന്ന് വിശ്വനാഥൻ അതിനനുവദിക്കാതെ തിരിച്ചു പോന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല. അതിനുശേഷം അമ്മ മരിച്ചതും ഒത്തിരി നാളുകൾ കഴിഞ്ഞാണ് അറിഞ്ഞത്. അതുകൊണ്ട് പിന്നീട് അതേ ചൊല്ലി അങ്ങോട്ട് പോകാനും തയ്യാറായില്ല. ജോലിക്ക് പോകാൻ എളുപ്പത്തിനു വേണ്ടി അവർ തൃശ്ശൂർ ഒരു വീട് വാങ്ങി. എന്നാൽ ആ വീട് കളരിക്കൽ തറവാടിൻ്റെ തൊട്ടടുത്താണെന്നുള്ളത് വരലക്ഷ്മിക്ക് അറിയുമായിരുന്നില്ല. അവർ അവിടെ താമസിക്കാൻ ചെന്നപ്പോഴാണ് വരലക്ഷ്മിക്ക് കളരിക്കൽ തറവാടിൻ്റെ തൊട്ടടുത്താണ് തങ്ങൾ വീട് വാങ്ങിച്ചിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലായത്. വരലക്ഷ്മി തൻ്റെ തറവാടിനെ പറ്റി ഒന്നും മക്കളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യനും ശിവയും മനസ്സിലാക്കി അത് തൻ്റെ അമ്മയുടെ തറവാടാണെന്ന്. വരലക്ഷ്മി അങ്ങനെ തൊട്ടടുത്ത് വന്ന് താമസിച്ചിട്ടും വിശ്വനാഥന് വരലക്ഷ്മിയെ അംഗീകരിക്കാനോ സ്വന്തം പെങ്ങളോട് ഒന്ന് ക്ഷമിക്കാനോ ഇപ്പോഴും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അയാൾ ഒരു നോട്ടം കൊണ്ട് പോലും വരലക്ഷ്മിയെ കടാക്ഷിച്ചില്ല. ആ ദേഷ്യം തന്നെ അയാൾ ലക്ഷ്മിയുടെ മക്കളോടും കാണിച്ചു പോന്നു. എന്നിരുന്നാലും വിശ്വനാഥൻ വരലക്ഷ്മിയെയോ സൂര്യനെയോ ശിവയെയോ ഉപദ്രവിക്കാനോ മറ്റുമൊന്നും ചെന്നിരുന്നില്ല. അവർ തൻ്റെ ആരുമല്ല എന്നൊരു ഭാവമായിരുന്നു വിശ്വനാഥന്. എന്നാൽ രാധിക വഴി ശലഭ അറിഞ്ഞു അപ്പുറത്ത് താമസിക്കുന്നത് തൻ്റെ സ്വന്തം അപ്പച്ചിയും മക്കളും ആണെന്ന്. പിന്നീട് അവൾ എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ ചെല്ലുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യും. വിശ്വനാഥൻ ഇത് കണ്ടാലോ ആരെങ്കിലും വഴി അറിഞ്ഞാലോ നല്ല ചീത്ത ഇവളെ പറയുമെങ്കിലും അവൾക്കതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിലായിരുന്നു. എന്നിരുന്നാലും അച്ഛനെ അവൾക്ക് നല്ല പേടിയുമായിരുന്നു. അപ്പച്ചി വന്നോ കാന്താരിപ്പെണ്ണ്, കയറി വാ, ചായ കുടിച്ചോ? ഞാൻ ചായയൊക്കെ കുടിച്ചതാ. അമ്പലത്തിൽ പോയി വന്ന് ചായ കുടിച്ച് റെഡിയായി ദേ ഇങ്ങോട്ട് പോന്നു. കിച്ചു എന്തേ? അവൻ എഴുന്നേറ്റ് ഇവിടെ വരെ വന്നിരുന്നതാണ്. കുളിച്ചിട്ടും പല്ല് തേച്ചിട്ടും ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഫ്രഷ് ആവാനെന്ന് പറഞ്ഞ് കയറിപ്പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. എങ്കിൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. സൂര്യേട്ടൻ പോയോ? അച്ചു പോയി മോളെ. ഇനി മുകളിലോട്ട് ചെന്ന് രണ്ടും കൂടി അവിടെ കിടന്ന് ഇടി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരും, കേട്ടല്ലോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ പോയതിനെ വിളിച്ചിട്ട് ഇപ്പോൾ വരാം. അതും പറഞ്ഞ് ബാഗ് കസേരയിൽ വെച്ചിട്ട് അവൾ മുകളിലേക്ക് ഓടി. ശേഷം കിച്ചുവിൻ്റെ മുറിയുടെ വാതിലിൽ തട്ടി വിളിച്ചു. മോനെ ശിവശങ്കര, വാതിൽ തുറക്കടാ. ആ വിളി കേട്ടപ്പോൾ തന്നെ കിച്ചു വന്ന് വാതിൽ തുറന്നു.
മുൻപിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ശിലുവിനെ കണ്ടതും അവൻ അവളുടെ തലക്കിട്ട് ഒന്ന് കൊട്ടി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ശിവശങ്കര എന്ന് വിളിക്കാൻ നിൽക്കരുതെന്ന്? ശിവ, ഒന്നില്ലെങ്കിൽ അങ്ങനെ വിളിക്ക്, അല്ലെങ്കിൽ കിച്ചു, ഇതിലേതെങ്കിലും ഒരെണ്ണം വിളിച്ചാൽ മതി. ശിവശങ്കര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അറിയാലോ നിന്നെ. ഞാൻ മാത്രം വിളിക്കുന്ന പേരാണ് തവളക്കണ്ണി. അത് ഞാൻ കോളേജ് മുഴുവൻ പാട്ടാക്കും. അയ്യോ വേണ്ട, ഇനി ഞാൻ അങ്ങനെ ഒരിക്കലും വിളിക്കില്ല. നീയാണേ സത്യം. എങ്കിലും നിനക്ക് കൊള്ളാം. എന്താണ് മിസ്റ്റർ ശിവശങ്കർ, താങ്കൾ കോളേജിൽ വരാമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലേ? ഇപ്പോൾ തന്നെ സമയം 9 മണി കഴിഞ്ഞു. കുളിച്ചു കഴിഞ്ഞു, ഒരു 5 മിനിറ്റ് താഴേക്ക് വരാം, എന്നിട്ട് പോകാം. ഓക്കേ എന്നും പറഞ്ഞ് അവൾ താഴേക്ക് ഓടി. എടി, ഓടാതെ നടന്നു പോ, താഴെ വീഴും. കിച്ചുവും ശലഭയും ഒരു കോളേജിൽ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ബസ്സിലാണെങ്കിലും പോകുന്നതും വരുന്നതും ഒരുമിച്ചാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുങ്ങി കോളേജിലേക്ക് പോയി. കേസിൻ്റെ തിരക്കായതുകൊണ്ട് സൂര്യന് പിന്നീട് ശിലുവിനെ കാണാൻ വരാൻ കഴിഞ്ഞില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് കാണാൻ വന്നിരിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യൻ ഇന്ന് ഓഫീസിൽ പോകേണ്ട, ശിലുവിന് ക്ലാസ്സും ഇല്ല. അങ്ങനെ രണ്ടുപേരും കൂടി വീടിൻ്റെ അടുത്തുള്ള അധികം ആരും പെട്ടെന്നെത്തിപ്പെടാത്ത കുളത്തിൻ്റെ കുളപ്പടവിലിരുന്ന് സംസാരിക്കുകയാണ്. സൂര്യേട്ടാ, വേണ്ടാട്ടോ. എന്തു വേണ്ടെന്നാ തുമ്പി? അത് സൂര്യേട്ടൻ അറിഞ്ഞൂടെ? ഇല്ലല്ലോ. കുറച്ചു നേരമായി രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ സൂര്യൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ കുസൃതി കാട്ടാൻ തുടങ്ങി. ഏട്ടാ, ആരെങ്കിലും കാണും. ഇല്ല പൊന്ന. അത് പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് അടുത്തു വന്നു. അനുവാദത്തിനായി അവളെ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കൂമ്പി അടഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവളെയാണ് അവൻ കണ്ടത്. അത് തനിക്കുള്ള സമ്മതമാണെന്ന് അവന് മനസ്സിലായി. അവൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞു. എന്നാലും അതിലും വേഗത്തിൽ അത് കൂമ്പി അടഞ്ഞുപോയി. രണ്ടുപേരും മേൽചുണ്ടും കീഴ്ചുണ്ടും പരസ്പരം ഒരുപോലെ നുണഞ്ഞു. ഇടയ്ക്ക് നോവിച്ചു. നാവുകൾ കെട്ടിപ്പിണഞ്ഞു. നാവിൽ രക്തച്ചുവ അറിഞ്ഞിട്ടും പിന്മാറിയില്ല. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായതും ശലഭ സൂര്യനെ പിടിച്ചൊന്ന് തള്ളി. അതോടെ സൂര്യൻ വിട്ടുകൊടുത്തു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. രണ്ടുപേരുടെയും കിതപ്പ് മാത്രം നിറഞ്ഞു നിന്നു അവിടെ. സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മൂർധാവിൽ ചുണ്ടുകൾ പതിപ്പിച്ചു കൊണ്ടിരുന്നു. 2 ആഴ്ചയായിട്ടുള്ള ആ സ്ട്രെസ് ഇപ്പോഴാണൊന്ന് മാറിയത്. അവൻ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ഒറ്റ കണ്ണിറക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. നാണം കൊണ്ട് അവളുടെ മുഖം ആകെ ചുവന്നിരുന്നു. നിന്റെ ചുണ്ടിന് വല്ലാത്തൊരു മധുരമാണ് തുമ്പിപ്പെണ്ണേ. ഷിലു അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർന്നിരുന്നു. അല്പനേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരത്തിന് ശേഷം മുഖമുയർത്തി നോക്കിയ ഷിലു കാണുന്നത് എന്തോ ആലോചിച്ചിരുന്ന് ചിരിക്കുന്ന സൂര്യനെയാണ്. എന്താ സൂര്യേട്ടാ വെറുതെ ഇരുന്ന് ചിരിക്കുന്നത്? വട്ടായിപ്പോയോ? ഈ തുമ്പിപ്പെണ്ണ് എൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ കാര്യങ്ങളൊക്കെ ഓർത്തു പോയതാണ് എൻ്റെ പൊന്നേ. ആണോ? എന്തൊക്കെയാ ഓർത്തത്? നിന്നെ ഞാൻ കണ്ടത് മുതൽ എല്ലാം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞ് അവളുടെ മൂക്കൂത്തിയിൽ അവൻ ചുണ്ടു ചേർത്തു. ആ സമയം അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു. അവർ ആദ്യമായി കണ്ടതും എല്ലാം അവളും ഓർത്തു. തുടരും. പുതിയ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.